ഹായ് വെൽക്കം ടു എൻട്രി കോഡിംഗ്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ്. അതെ, എൻട്രി കോഡിങ്ങിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ജാങ്കോ സീരീസ് അല്ലെങ്കിൽ ഫ്രീ പൈത്തൺ ജാങ്കോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതും വിത്ത് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾക്ക് ഒരു ജോലിയിൽ എത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ട്യൂട്ടോറിയൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഈ ഒരു സീരീസിനകത്ത് നമുക്ക് ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ പൈത്തൺ ജാങ്കോ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. എല്ലാവർക്കും പൈത്തൺ ജാങ്കോ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള സ്റ്റുഡൻസിന്, അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഫ്രം സ്ക്രാച്ച് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈത്തൺ ജാങ്കോ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ മുന്നേ നമ്മൾ പൈത്തന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പൈത്തന്റെ സീരീസിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അത് പോയി കാണാം. പൈത്തന്റെ ഒരു ബേസിക്സ് ഒക്കെ അവിടെ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിനകത്തൊന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പൈത്തന്റെ ഒരു ബേസിക്സ് നമുക്ക് ഇതിലും അത്യാവശ്യമാണ്. പക്ഷെ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ആ സീരീസ് കണ്ടാലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ജാങ്കോന് വേണ്ട പൈത്തണൊക്കെ നമ്മൾ ഇതിനകത്ത് തന്നെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും വളരെയധികം കാത്തിരുന്ന പൈത്തൺ ജാങ്കോ സീരീസിലേക്ക് സ്വാഗതം. അപ്പം പൈത്തൺ ജാങ്കോ, അതായത് പൈത്തൺ വെബ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെബ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് ആണ് ജാങ്കോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജാങ്കോ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് എളുപ്പത്തിൽ നമുക്ക് വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു കമ്പനിയിൽ പോകുന്ന സമയത്ത് ആ കമ്പനിക്ക് വേണ്ടത് എന്തായിരിക്കും, ഒരു വെബ്സൈറ്റ് രീതിയിലോ അല്ലെങ്കിൽ ഒരു ആപ്പ് രീതിയിലോ ഒക്കെ ആയിരിക്കും അവരുടെ ക്ലയന്റിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്താണ് പൈത്തൺ മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, അവിടെ നിങ്ങൾക്ക് പൈത്തൺ ജാങ്കോ കൂടി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരാളായിട്ട് നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ഈ സീരീസിന്റെ ലക്ഷ്യം. അപ്പം എല്ലാവർക്കും പൈത്തൺ ജാങ്കോ സീരീസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് പൈത്തൺ ജാങ്കോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, അതായത് നമ്മുടെ VS കോഡ് തന്നെ ഫ്രീ ആയിട്ട് ഓപ്പൺ സോഴ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള VS കോഡും അതുപോലെ തന്നെ പൈത്തണും ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ രണ്ടിന്റെയും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, VS കോഡും പൈത്തണും. അപ്പൊ രണ്ടും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു VS കോഡ് ഓപ്പൺ ചെയ്യാം. VS കോഡ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പൈത്തൺ ജാങ്കോ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്ത പൈത്തൺ സീരീസിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ ഞാൻ പറയുന്നുണ്ട്. ഒന്നുമില്ല, python.org ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ പൈത്തൺ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അതേപോലെ തന്നെ VS കോഡ് ഡൗൺലോഡ് ചെയ്യുക, രണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. പൈത്തൺ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് 2 ടിക്ക് മാർക്ക് ഉണ്ട് അടിയിൽ, അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അത് ഞാൻ നമ്മുടെ സീരീസിനകത്ത് ഫസ്റ്റ് വീഡിയോനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളൊരു VS കോഡ് ഓപ്പൺ ചെയ്യാം. VS കോഡിനകത്തൊരു ഞാൻ ഡെസ്ക്ടോപ്പിനകത്ത് ഒരു ചെറിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, Django 001 എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫോൾഡർ നമ്മുടെ VS കോഡിനകത്ത് ഫയലിൽ ഓപ്പൺ ഫോൾഡർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതുവഴി ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒരു സിമ്പിൾ പൈത്തൺ കോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്, pyth.py എന്ന് പറഞ്ഞ്. അപ്പം ജസ്റ്റ് ഇതൊന്ന് പൈത്തൺ റണ്ണിങ് അല്ലേ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോയിട്ട് ടെർമിനൽ എടുക്കുക. മുകളിൽ ന്യൂ ടെർമിനൽ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പൈത്തൺ കോഡൊക്കെ എങ്ങനെ റൺ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം, py സ്പേസ് എന്താണ് നമ്മുടെ പൈത്തൺ കോഡിന്റെ പേര് pyth.py. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈത്തൺ കോഡ് റൺ ആവും. ജാങ്കോ റൺ ചെയ്യേണ്ട ഒരു കമാൻഡ് വേറെയാണ്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൈത്തണും അതേപോലെ തന്നെ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് pip install Django. ഓക്കെ, pip install Django എന്ന് പറയുന്ന കമാൻഡ് കൂടി കൊടുക്കുക. തെറ്റരുത്, pip install Django. ഓക്കെ, ജാങ്കോന്റെ സ്പെല്ലിംഗ് DJANGO. ഓക്കെ, അപ്പൊ അത് തന്നെ അങ്ങനെ തന്നെ കൊടുക്കുക. അപ്പൊ ജാങ്കോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ഇപ്പൊ ഇനി ജാങ്കോ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സിസ്റ്റത്തിലായി. അതായത് ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാണ്. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തു, python.org സൈറ്റിനകത്ത് കയറി പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തു. രണ്ടാമത് VS കോഡ് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം VS കോഡിനകത്ത് ടെർമിനൽ എടുത്ത് അതിനകത്ത് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തു. ജാങ്കോ വെബ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് ആണ്, അത് ഇൻസ്റ്റാൾ ചെയ്തു. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈത്തൺ ജാങ്കോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇനി നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പൈത്തൺ ജാങ്കോ ഒരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.